നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ആശുപത്രി കൊണ്ടാണ് കൊടുക്കുന്നത്. അതിന് മുൻപിൽ ചെയ്യാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺ ദ വേയിൽ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ എയർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടുമോ? ഇല്ല. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഹാർട്ടിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല. ഇപ്പോൾ പമ്പിൽ വന്ന് ബ്രെയിനിലേക്ക് ഇടാം. ഒരു 6 to 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ മരിച്ചു പോകാൻ കിട്ടും. അതിനോട് ശരിക്കും ഇങ്ങനെ ഏറ്റവും ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അതാണ്. പേടിയിലുള്ളതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഫസ്റ്റ് എയ്ഡ് അറിയാം, പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിലൊരായിരിക്കും അപ്പം ചേച്ചിക്ക് കുട്ടിയുള്ളതാണ്. ഇപ്പം അതാ പറഞ്ഞത്. അപ്പം അതിലാണ് പറഞ്ഞത് നമ്മൾക്കൊരു ഫസ്റ്റ് എയ്ഡെന്ന് വേണ്ട ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ അവരെ നമുക്ക് കളിക്കും. ചിലപ്പോൾ പക്ഷെ അതൊന്നും നമുക്ക് പറ്റിയിരുന്നില്ല, പക്ഷെ നമുക്കത് ചെയ്യാനുള്ള ധൈര്യമാണ്. ഇത് അറിഞ്ഞിട്ട് ചെയ്യാൻ പേടിയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ അവിടെ നമുക്ക് ചീത്ത കേൾക്കാൻ അവർ സമ്മതിക്കാതിരിക്കും. പക്ഷെ അത് നമ്മളത് പറഞ്ഞ് ഇതാക്കാനുള്ളൊരു ഇത് നോക്കുക. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ പറയില്ല ആശുപത്രി കൊണ്ടുവന്ന കാര്യം. ഇപ്പോൾ ഒരാൾ എന്നോട് പറയുന്നത് ചേച്ചിക്ക് കുട്ടിയുള്ളൂ, അപ്പോൾ അവരുടെ ഇപ്പോൾ പറഞ്ഞു ഞാനിത് ചെയ്യാറുണ്ട്, പക്ഷെ അവർ നീ എന്ത് ചെയ്തോന്നില്ല പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറയാം. ഞാനോട് പറയാം ഇല്ല ഞാനിത് ചെയ്തിട്ടേ കൊണ്ടുപോകാൻ പറയല. അവരോട് പറയാം അപ്പം എന്താ നോ പറയാതെ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു ബൈക്കിൽ കൊണ്ടുപോകാത്ത ഒരു ഓട്ടോയിലോ കാറിലോ പോകാം. അപ്പോൾ എന്താ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഓട്ടോയിലോ കാറിലോ ഇരുന്ന് ഞാനിപ്പോൾ കാണിച്ചത് കൊടുക്കാൻ പറ്റും. ആ സാധനം ഒന്നെങ്കിൽ അത് വരുന്നത് വരെ എനിക്ക് ടൈം കിട്ടും, അല്ലെങ്കിൽ അതിലിരുന്നോണ്ടാണേലും ഓൺ ദ വേയിൽ എനിക്കിത് കൊടുക്കാൻ പറ്റും. എന്താ പറയുന്നില്ല, മാക്സിമം ഒരു 6 to 10 മിനിറ്റിനുള്ളിൽ നമ്മളത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡെത്തിലേക്ക് ചെല്ലാനുള്ള
100% ചാൻസ് ഉണ്ട്, പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് തന്നെ അഡൽട്ടിൻ്റെ ചോക്കിംഗ് ഉണ്ട്. സോ അഡൽട്ട് ചോക്കിംഗ് ഉണ്ട്. അഡൽട്ടിൻ്റെയും അല്ലെങ്കിൽ ഒരു ഇത്രയായ കുട്ടികളുടെയും മൈക്രോ വേണം. കേൾക്കാവോ നിങ്ങൾക്ക് മൈക്രോവേവിൽ? ഇവിടെ ചെയ്ത അതേ പ്രോസസ് തന്നെയാണ്, കുറച്ച് വ്യത്യാസം. അഡൽട്ടിന് ചോദ്യം സംഭവിച്ചാൽ കൊച്ചുങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അഡൽട്ടിനാണെങ്കിൽ അവർ യൂണിവേഴ്സിറ്റി ക്രോസ് ചെയ്ത്, അതായത് ഏതൊരാൾക്ക് ചോക്കിംഗ് ഉണ്ടാവോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ ഇവിടെ പോകും. ഇത് കണ്ടാൽ നമുക്ക് എന്തുറപ്പിക്കാൻ പറ്റും? അയാൾക്ക് ചോക്കിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് ചോക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം കോൺഷ്യസ് സ്റ്റേറ്റിലാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ്. പറഞ്ഞു 3 to 4 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലേക്ക് പോകും. ഇപ്പോൾ കോൺഷ്യസ് സ്റ്റേറ്റിലായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ശക്തിയായിട്ട് ചുമക്കാൻ പറയാം. കുഞ്ഞിനോട് നമുക്കത് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു അഡൽട്ടിനോട് നമുക്ക് പറയാൻ ശക്തിയായിട്ടൊന്ന് ചുമക്കാൻ പറയാണ്. ചെറിയ പാർട്ടിക്കാണ് ഞാൻ ശക്തിയായിട്ട് ചുമക്കുമ്പോൾ ആ പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോയില്ലെങ്കിൽ കുഞ്ഞിന് ചെയ്ത അതേ പ്രോസസ് തന്നെയാണ്. അദ്ദേഹത്തെ ബെൻഡ് ചെയ്ത് പിടിക്കുക, അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ബ്ലേഡിനിടയിൽ ശക്തിയായിട്ട് കുഞ്ഞിന് കൊടുത്ത വെയിറ്റിലല്ല കുറച്ചുകൂടി ശക്തിയിൽ തെന്നിച്ച് മുകളിലേക്ക് ഒരു 5 വട്ടം അടിക്കുക. ഈ രീതിയിൽ 5 തവണ തട്ടിക്കൊടുക്കും. അപ്പോഴും ചെറിയ ഒരു മീഡിയം പാർട്ടികളാണെങ്കിൽ ഈ തട്ടൽ കൊണ്ട് പോകേണ്ടതാണ്. പോയില്ല എങ്കിൽ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് എത്തി കാണും. ഈ ഒരു സമയത്തിനിടയിൽ അദ്ദേഹത്തെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. എൻ്റെ കാല് അദ്ദേഹത്തിൻ്റെ സെൻട്രൽ കാലിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത്തായി വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷമാണെങ്കിലും വീട് പോകും അല്ലേ. അപ്പോൾ മറ്റൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലേക്ക് വീഴുമ്പോൾ സപ്പോർട്ട് ചെയ്ത് പിടിക്കാനായിട്ട് കഴിയും, ബാക്കിലേക്ക് വീഴാൻ സപ്പോർട്ട് ചെയ്യാം, സൈഡിലേക്ക് വീഴാനും സപ്പോർട്ട് ചെയ്യാം, ഈ സൈഡിലോട്ട് വീഴാണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഈ ഒരു രീതിയിൽ മുഷ്ടി ചുരുട്ടി പിടിക്കുക. നമ്മുടെ തള്ളവിരലിൻ്റെ ആ ഭാഗം കണ്ടോ കൂർത്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് നമ്മുടെ പവർ ഹാൻഡ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡയഫ്രം, ഈ പറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഏരിയ, ആ ഏരിയയിൽ നമ്മുടെ ആ മുട്ട് കൈമുട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു കണ്ടോ. നിങ്ങൾക്ക് വേണം ഇതിട്ട് ചെയ്ത് നോക്കണം. ഇപ്പം കാണുമ്പോൾ സാറ് ചുമ്മാ നിൽക്കുമ്പോൾ വന്നതാണെന്ന് തോന്നാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് വെറുതെ പ്രസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. തിരിച്ചെഴുതുന്ന രീതിയിലാണ് ഇത് ചെയ്യാനായിക്കൊണ്ട് താഴേക്കൊരു മർദ്ദം കൊടുത്തുകൊണ്ട് മുകളിലേക്ക് പൊക്കണം, എങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. അത് ഈ ജെ തിരിച്ചെഴുതുന്ന പോലെ താഴേന്ന് എഴുതി തുടങ്ങിയാൽ നോർമലി നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അതിന് പകരം ഇവിടുന്ന് മുകളിലേക്ക് വേണം പോകാൻ. ഒരു ഇത് കൊടുക്കുക, അവിടുന്ന് മുകളിലേക്ക് എഴുതുക. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. Why you keeping me waiting?
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.